ഹായ് ഹലോ എവ്രി വൺ, ഹൗ ആർ യു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ സമ്മറീസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് കൊടുത്തിട്ടുള്ള കുറച്ച് ലാംഗ്വേജ് എലമെന്റ്സ്, ലാംഗ്വേജ് ആക്ടിവിറ്റീസ്, ഗ്രാമർ പോർഷനുമായിട്ടാണ്. ഒരുപാട് വലിയ ഗടാഗടിയൻ പരിപാടികളൊന്നും ഇതിൽ നമുക്കില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡൗട്ട്സ് വന്നേക്കാവുന്നത് നിങ്ങൾ പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിഫ്രഷ് ആക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് ഗ്രാമർ പോർഷൻസ് ആണ് നിങ്ങളുടെ എക്സാമിന് വേണ്ടി, ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗ്രാമർ പോർഷൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. സോ ഹിയർ ഇസ് ദി ഫസ്റ്റ് പോർഷൻ ഓഫ് അവർ ഗ്രാമർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് 3, ആ തേർഡ് യൂണിറ്റിലെ ഗ്രാമർ പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പം ഓരോന്നിലുള്ള മെയിനായിട്ടുള്ള ഗ്രാമർ പോർഷൻസ് ആയിരിക്കും നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. സോ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് ആക്ടിവിറ്റി. ദിസ് ഇസ് എ വെരി സിമ്പിൾ ആക്ടിവിറ്റി, നമുക്ക് കൂടുതൽ ഒന്നും ചെയ്യാനില്ല. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ഫ്രം ദി സ്റ്റോറി. ഹി വാസ് ബൈ പ്രൊഫഷൻ എ സോളിസിറ്റർ. അപ്പം നമുക്കറിയാം ഒരു പ്രൊഫഷൻ കൊടുത്തിട്ടുണ്ട്, സോളിസിറ്റർ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോളിസിറ്റർ മീൻസ് എ ലോയർ, ഒരു ലോയർ ആണ്. ദെൻ ഐ വാസ് എ യങ് ഡോക്ടർ at the time. So here is another profession, doctor. Then it was a sergeant of police. So ഇവിടെ സർജന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യെറ്റ് അനദർ പ്രൊഫഷൻ. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ജസ്റ്റ് ഹാവ് ടു മാച്ച് ദി പ്രൊഫഷൻസ് വിത്ത് ദി ഫങ്ഷൻസ്, വിത്ത് ദി ഡ്യൂട്ടീസ് ദാറ്റ് ദേ ഡു. അവരുടെ നെയിംസും അവരുടെ ഡ്യൂട്ടീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ജസ്റ്റ് ഹാവ് ടു മാച്ച് ദം. അത്രയേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. യാ, ദാറ്റ്സ് ഇറ്റ്. ഇത് വളരെ ചെറിയൊരു ടാസ്ക് ആണ്, നമുക്ക് പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ്. സോ ഫസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അക്കൗണ്ടന്റ്, എ പേഴ്സൺ who works with money and accounts. All right. So yeah, the next one is astronomer. Astronomer എന്ന് പറയുമ്പോൾ someone who deals with universe, stars, അതുപോലെ തന്നെ അങ്ങനത്തെ പരിപാടികളുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളായിരിക്കും ഒരു astronomer എന്ന് പറയുന്നത്. Then a botanist can be someone who studies about plants. Yeah, here is the answer. Botanist എന്ന് പറയുമ്പോൾ plants നെ പറ്റിയിട്ട് ഒക്കെ പഠിക്കുന്ന ആളായിരിക്കും. Then carpenter, someone who makes things out of wood. മരത്തിൽ നിന്ന് കാവ് ചെയ്ത ഓരോ സാധനങ്ങൾ അത് വെച്ചിട്ട് കാര്യങ്ങൾ. Then dentist, എന്തായിരിക്കും ഡെന്റിസ്റ്റ്? someone who fix the problems of your teeth. പല്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. ഇലക്ട്രീഷ്യൻ, someone who works with electric circuits. Then comes firefighter, then who puts out fire put out ചെയ്യുന്നു. Then hairdresser gives a new hairstyle. All right, so this is a very simple one. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല. I was just beginning with that. നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് this is another part of our grammar. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് we'll be discussing about two word classes. We'll be discussing about two word classes. All right. So the first word class, it is the closed word class. Okay. We have closed word class as well as open word class. ഓരോന്നിനും നമുക്ക് കാറ്റഗറൈസേഷൻ ഉണ്ട്. ഓപ്പൺ വേർഡ് ക്ലാസ്സിനും അതുപോലെ തന്നെ ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സിനും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സിൽ ആരൊക്കെ വരും എന്നുള്ളത്. സോ ക്ലോസ്ഡ് വേർഡ് ക്ലാസ് കൺസിസ്റ്റ് ഓഫ് ഡിറ്റർമിനേഴ്സ്, pronouns, prepositions as well as conjunctions. ഇത്രയും പേരാണ് നമ്മുടെ ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സിൽ വരിക. അതെന്ന് വെച്ചാൽ അത് ഓൾവേസ് ക്ലോസ്ഡ് ആണ്. അതിനകത്ത് നിന്ന് ഒരാളെ കൂട്ടിച്ചേർക്കാനോ അതിനൊന്നും ഒരാളെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനോ ഒന്നും നമുക്ക് ഒരിക്കലും പറ്റില്ല. സോ ദാറ്റ് ഇസ് എ ഫീച്ചർ ഓഫ് ക്ലോസ്ഡ് വേർഡ് ക്ലാസ്. കമ്മിങ് ടു ഓപ്പൺ വേർഡ് ക്ലാസ്, അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ആണ്. അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും നമുക്ക് കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് അടർത്തി എടുത്തുകൊണ്ടൊക്കെ പോകാൻ പറ്റും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഓപ്പൺ വേർഡ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ വരുന്നത് ആരൊക്കെയാണ്? ഹിയർ കംസ് നൗൺസ്, വെർബ്സ്, അഡ്ജക്റ്റീവ്സ്, അഡ്വേർബ്സ്, എക്സെട്ര. ഇപ്പൊ ഇവരുടെ കൂടുതൽ നമ്മളിപ്പം അഡ്ജക്റ്റീവ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വിൽ ബി യൂസിങ് ഇറ്റ് വിത്ത് എ നൗൺ. ബ്യൂട്ടിഫുൾ ഗേൾ, ഇപ്പൊ ബ്യൂട്ടിഫുൾ ഇസ് ആഡഡ് ടു എ നൗൺ. അപ്പം അത്തരത്തിലുള്ള വേർഡ്സ് ആണ് ഓപ്പൺ വേർഡ് ക്ലാസ്സിൽ വരെ. സോ വിൽ ജസ്റ്റ് ഡിസ്കസ്. നമുക്ക് വി ഹാവ് എ കോളം ഹിയർ. നമുക്കിവിടെ ഒരു കോളം ഉണ്ട്. അപ്പം ഇവിടെ കാറ്റഗറൈസേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് വേർഡ് ക്ലാസ് ആണ്. ഇവിടെ നമുക്ക് വി ക്യാൻ റൈറ്റ് ദി ഡിറ്റർമിനേഴ്സ്, pronouns, prepositions and conjunctions. We'll just start with the determiners.
ഓക്കെ, ഡിറ്റർമിനർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിലെ ഒരു പോർഷൻ അവിടെ തന്നിട്ടുണ്ട്, ഒരു ചെറിയ പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് വേർഡ്സ് ബിലോങ്ങിങ് ടു ദിസ് ക്ലോസ്ഡ് വേർഡ് ക്ലാസ്. ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സിലുള്ള വേർഡ്സ് കണ്ടുപിടിക്കുക. അപ്പം ഡിറ്റർമിനർ ആയിക്കോട്ടെ, പ്രോനൗൺ ആയിക്കോട്ടെ, പ്രിപ്പോസിഷൻ ആയിക്കോട്ടെ, കൺജങ്ഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സിൽ വരുന്നതാണ്. ഓക്കെ, സോ ഡിറ്റർമിനർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വി ഹാവ്, ഇവിടെ നമുക്ക് ആരെയൊക്കെ കൊടുക്കാം? We can add articles, then we can add ഇവിടെ നമുക്ക് ഡെമോൺസ്ട്രേറ്റേഴ്സിനെ കൊടുക്കാം. ഡെമോൺസ്ട്രേറ്റേഴ്സിനെ കൊടുക്കാം. Then we have possessives. Possessivesനെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താം. And also we can add quantifiers also. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഡിറ്റർമിനർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ആർട്ടിക്കിൾസിനെ കൊടുക്കാം. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എ ആൻഡ് ദ, അവരാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഡെമോൺസ്ട്രേറ്റീവ്സ് എന്ന് പറയുമ്പോൾ, ഡെമോൺസ്ട്രേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ഒക്കെയാണ് നമ്മുടെ ഡെമോൺസ്ട്രേറ്റീവ്സിൽ വരുന്നത്. ദെൻ പൊസസീവ്സ്, മൈ, ഹിസ്, ഹെർ, അവരുടെ, ഒരാളുടെ പൊസഷൻ എന്റെയാണ് അല്ലെങ്കിൽ അവളുടെയാണ്, അവരുടെയാണ് എന്ന് കാണിക്കുന്നതിനെയാണ് നമ്മൾ പൊസസീവ്സ് എന്ന് പറയുക. ദെൻ വി ഹാവ് ക്വാണ്ടിഫയേഴ്സ്, സംതിങ് ദാറ്റ് ഡിനോട്ട്സ് എ ക്വാണ്ടിറ്റി. ഇപ്പം വിൽ ബി സേയിങ് ഫ്യൂ, വേർഡ്സ് ലൈക്ക് ഫ്യൂ, മെനി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഈ ഡിറ്റർമിനർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് ഉണ്ടാവുക. ദെൻ പ്രോനൗൺ ഒബ്വിയസ്ലി നമുക്ക് അറിയുന്ന കാര്യമാണ്. ഐ, മീ, ഹിസ്, ഹെർ, അല്ലേ, ഹിസ്, ഹെർ, ഇറ്റ്, ഇതൊക്കെ നമുക്ക് ഈ പ്രോനൗൺ പാർട്ടിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ വെൻ ഇറ്റ് കംസ് ടു പ്രിപ്പോസിഷൻസ്, അവിടെ നമുക്ക് ഏതൊക്കെ പെടുത്താം? ഇൻ, ഔട്ട്, ഓഫ്, വിത്ത്, ഫോർ, എക്സെട്ര. ഇത്രയുമാണ് നമുക്ക്. ഇത്രയും മാത്രമല്ല, വി ഹാവ് ലോഡ് ഓഫ് വേർഡ്സ് അണ്ടർ പ്രിപ്പോസിഷൻസ്. അണ്ടർ, എബവ്, ബിലോ, ഇതൊക്കെ ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളതാണ്. ദെൻ വി ഹാവ് കൺജങ്ഷൻസ്. കൺജങ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ വേർഡ് ദാറ്റ് joins two sentences, അല്ലെ, രണ്ടുപേരെ യോജിപ്പിക്കുന്നത്. അപ്പം വി ഹാവ് ദാറ്റ്, ദെൻ വി ക്യാൻ ഹാവ് ആൻഡ്, ബട്ട്, ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ കൺജങ്ഷൻസിൽ കൊടുക്കാവുന്നതാണ്. ഓൾ റൈറ്റ്, സോ ഇതാണ്. അപ്പം ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സിലുള്ള വേർഡ്സോ സെന്റൻസസ് വേർഡ്സ് ചോദിക്കുകയാണെങ്കിൽ, യു ക്യാൻ ജസ്റ്റ് ഫൈൻഡ് അക്കോർഡിംഗ് ടു ദിസ് സ്ട്രക്ചർ, ഡിറ്റർമിനറോ, പ്രോനൗണോ, പ്രിപ്പോസിഷനോ, കൺജങ്ഷനോ, ഇതിൽ ഏത് നിങ്ങൾ കാണുകയാണെങ്കിലും ദാറ്റ് കംസ് അണ്ടർ ക്ലോസ്ഡ് വേർഡ് ക്ലാസ്. Then coming to the open word class, അടുത്തത് വരുമ്പോഴേക്കും we have open word class. ഇവിടെ നമുക്ക് noun ഉണ്ട്, then we have verbs, adjectives as well as adverbs. അപ്പം നമുക്ക് nouns എന്ന് പറഞ്ഞാൽ അറിയാം, അല്ലേ, നെയിം, പ്ലേസ്, തിങ്, ആനിമൽ, ഓർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് we have under noun. Then when it comes to verb, നമുക്കറിയാം verb എന്ന് പറഞ്ഞാൽ an action, something that is that we are doing എന്നുള്ളതാണ് വെർബിൽ കീഴിൽ വരിക. ദെൻ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് ബ്യൂട്ടിഫൈ എ നൗൺ, നൗണിനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അഡ്ജക്റ്റീവ്. റൗണ്ട് ബോൾ, അപ്പോൾ വി ക്യാൻ ജസ്റ്റ് യൂസ് റൗണ്ട് ആസ് എ അഡ്ജക്റ്റീവ്. ദെൻ വി ഹാവ് ആഡ്വേർബ്, വാച്ചിങ് ക്ലോസ്ലി, വാച്ചിങ് ക്ലോസ്ലി, അല്ലെങ്കിൽ വാക്കിംഗ് സഡൻലി, അല്ലെങ്കിൽ വേക്കിംഗ് അപ്പ് സഡൻലി, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് ബ്യൂട്ടിഫൈസ് എ വെർബ്. അഡ്വേർബ് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ബ്യൂട്ടിഫൈസ്, അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കുന്ന, വെർബിനെ ഭംഗിയാക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ വി കോൾ ഇറ്റ് ആസ് അഡ്വേർബ്. ഓക്കെ, അപ്പം ഇത് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് മേളിൽ തന്നിരിക്കുന്ന ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് യു ഹാവ് ടു ഫൈൻഡ് ഏതൊക്കെയാണ് പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, പ്രോനൗൺ, ഡിറ്റർമിനേഴ്സ്, എക്സെട്ര. എന്നിട്ട് വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഹിയർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾ റൈറ്റ്, അപ്പം ഇത്ര തന്നെയുള്ളൂ ഇതിൽ ഈ വരുന്ന ഭാഗങ്ങൾ. അപ്പം ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ഇതിൽ നമുക്ക് അതിനകത്തുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പം വി ഹാവ് ഐ, here we have I. So what is that? I എന്ന് പറയുന്നത് എന്താണ്? It comes under this closed word class, അല്ലേ? Here it is a pronoun. Pronoun comes under. അപ്പോൾ അതിൽ വരുന്നതാണ് I. Then if you are taking a word, if you are taking this to, it is a എന്താണത്? It's a preposition. So it comes under closed word class. And if you are finding an and or and അല്ലെങ്കിൽ ബട്ടോ പോലുള്ള സാധനങ്ങൾ, if you are finding in this, അപ്പോൾ നമുക്ക് അതിനെ ഏത് കാറ്റഗറിയിൽ കൊടുക്കാം? We can just find it under conjunction. So അത് closed word class എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരിക്കും വരുന്നുണ്ടാവുക. So I hope it's clear for you. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും?
Then comes the open word class. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നൗൺസിന്റെ ലിസ്റ്റ് വരുന്നുണ്ട്. ന്യൂയോർക്ക്, അതുപോലെ പാസഞ്ചർ, ഷിപ്പ് ബോർഡ്, ഇതൊക്കെ ഏതാണ് നൗൺസിന്റെ ലിസ്റ്റിൽ വരുന്നതാണ്. Then comes verb, make, watch, give. ഇതൊക്കെ verbs ആണ്, actions that we are doing. Then we have adjectives, round, casual പോലുള്ളതൊക്കെ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. And adverb also. Okay. Then here comes the next activity. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you just have to understand about open as well as closed word classes. അത്രയേ ഉള്ളൂ അവിടെ. Okay. Then next comes read the following sentences. ഇവിടെ നമുക്കൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. We have some words. ഇതിൽ ഓരോരുത്തർക്കും ഭയങ്കര ബോൾഡ് ചെയ്ത് കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾക്ക് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് സഫിക്സ് ആൻഡ് പ്രിഫിക്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെയാണ്. Most of you may be familiar with this. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതലും സഫിക്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഡബിൾ എഫ് സഫിക്സ്. ആൻഡ് യു മൈ ഓൾസോ ബി ഫെമിലിയർ വിത്ത് പ്രിഫിക്സ്. നമ്മൾ സഫിക്സിന്റെ കൂടെ എപ്പോഴും പഠിക്കുന്നതാണ് പ്രിഫിക്സ്. അപ്പൊ പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when something is added before a word. Okay, here is an example, unable. So able എന്ന് പറയുന്ന വേർഡിന്റെ കൂട്ടത്തിൽ അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് un. So this is un എന്ന് പറയുന്നത് this is a prefix, മുന്നേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. Then when it comes to another thing, if you are taking this as an example, മ്യൂസിക്കൽ എന്നുള്ളതാണ് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നതെങ്കിൽ മ്യൂസിക് എന്നുള്ളതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന al, that is a suffix. നമ്മൾ മ്യൂസിക്കിന്റെ കൂടെ അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുക. മുന്നിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനെ വി കോൾ ഇറ്റ് ആസ് പ്രിഫിക്സ്. എനേബിൾ, അൺകംഫർട്ടബിൾ എന്നൊക്കെ പറയുന്നത് പ്രിഫിക്സിൽ വരുന്നതാണ്, മുന്നിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെൻ ഇറ്റ് കംസ് ആഫ്റ്റർ ദ വേർഡ് അതിനെ നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് ഇവിടെ നോക്കാം. വി ഹാവ് ലോട്ട് ഓഫ് വേർഡ്സ് ഹിയർ. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ജസ്റ്റ് ഹാവ് ടു പിക്ക് ഔട്ട് ദ വേർഡ്സ് ഹൈലൈറ്റഡ് ഇൻ ദീസ് സെന്റൻസസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പം ഓരോത്തിലും കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശരിക്കുമുള്ള വേർഡ് എഴുതുക, then its root word and its suffix അത് കണ്ടുപിടിക്കാനാണ് we have that task. Okay, so we'll just do that. First one is given here. First word is refusal. So refusal is here and its root word is refuse and its suffix is al. Al is added to refuse and it becomes a word refusal. Okay, then comes the next word. What is the next word? Energize. So energize, we have the next word, energize. Okay, so what can be the root word? Energy, alle. So what can be the suffix? ise. Okay, so this is the suffix. Okay, I hope it's clear for you. Then we have what is the next word? Racism. Yeah, we have another word. Racism. So this is the word. So what can be the root word? Race is the root word and its suffix is racism. ism. Okay, so this is how it works. ഇതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. Then if you are taking another word like organization, താഴത്തതാണ് എടുക്കുന്നതെങ്കിൽ organization, what can be its root word? Organize. Organization. Asian എന്നുള്ളത് ATION can be the the suffix. Okay, all right. I hope it's clear for you. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഭാഗം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് first you have to identify the word, then root word and then you have to find the suffix. That's it. And then comes നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ സഫിക്സിനെ പറ്റിയിട്ടാണ് something that comes after a word. അപ്പം it has also classifications. അതിനും നമുക്ക് classifications ഉണ്ട്. എന്താണ് ആ classification? First one എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have noun suffixes. Noun suffixുകളുണ്ട്. അതുപോലെ തന്നെ verb suffixes ഉണ്ട്. Adjective suffixes are also there. Okay. So ഇവിടെ ഒരു noun suffix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have refusal. We have refusal. അതൊരു noun suffix ആണ്. ഒരു noun ആണ്. refuse ചെയ്യുക. വേണ്ടാന്ന് വെക്കുക. Then we can say racism. This is also a noun suffix. Then what comes under
verb suffix. Yeah, we discussed about that word. Threaten, right? Threaten എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. Threaten. It comes under verb suffix. അപ്പോൾ threaten ഭീഷണിപ്പെടുത്തുക. Threaten. Then what comes under adjective suffix? It can be, yeah, creative. It is a adjective suffix. So according to the parts of speech, parts of speech ഏതിലാണോ വരുന്നത്, race എന്ന് പറയുന്നത്, it comes under a noun. So it comes under noun. Racism വരുന്നത് noun suffixലാണ്. Then verb suffixൽ threatenഉം energizeഉം ഒക്കെ വരുന്നു. It is a verb. Verbൽ ന്റെ കൂടത്തിലാണ് ഈ പറഞ്ഞ ഒരു സഫിക്സ് കൂടെ ആഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു adjectiveന്റെ കൂടെ ഒരു സഫിക്സ് കൂടെ ആഡ് ചെയ്യപ്പെടുന്നു. So that's it. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ എന്താണ് സഫിക്സിന്റെ ക്ലാസിഫിക്കേഷൻസ് വരെ. ഓക്കെ, noun suffixes, verb suffix and adjective suffix are there. Okay, all right. അപ്പോൾ I hope it's clear for you. ഇത്രയും ഉള്ളൂ നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഗ്രാമർ പോർഷൻ എന്ന് പറയുന്നത്. All right. ബാക്കി എന്നൊക്കെ പറഞ്ഞാൽ we have some words. അത് നമുക്ക് എഡിറ്റിംഗിൽ നമുക്ക് ജസ്റ്റ് വേർഡ്സ് ആഡ് ചെയ്തേക്കാം. If you are familiar with the meanings of these words, then you will be able to do these quickly. Okay, now we'll just go for another grammar portion. ഈ പറഞ്ഞ പോയിന്റ്സിലൊന്നും we don't have much grammar portions here. What comes in the next chapter is okay, this is the thing. Yeah, ഇവിടെയാണ് നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രാമർ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആർ ഓഫൻ കം ഫ്രം ദിസ് ഏരിയ. അതായത് ഇഫ് ക്ലോസ് വെച്ചിട്ട് യു ഹാവ് ടു ഫിൽ ദി ബാക്കി ഭാഗം, അതായത് യു ഹാവ് ടു ഫിൽ എ സെന്റൻസ്. അപ്പോൾ നമ്മൾ ഇഫ് യു ആർ അവെയർ അബൌട്ട് ദി റൂൾസ് ഓഫ് ഇഫ് ക്ലോസിന്റെ റൂൾസിനെ പറ്റി ഇഫ് യു ആർ അവെയർ അബൌട്ട് ദാറ്റ്, യു വിൽ ബി ഏബിൾ ടു ഡു ദീസ് തിങ്സ് വെരി ക്വിക്ക്ലി. ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ഹാഡ് ഇനഫ് മണി, ഇങ്ങോട്ടുള്ളത് യു ഹാവ് ടു ഫിൽ. അത് നമുക്ക് ഇഫ് ക്ലോസിന്റെ റൂൾസ് അറിയെങ്കിൽ മാത്രമേ യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ദാറ്റ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഐ ജസ്റ്റ് ബ്രീഫ് ദി റൂൾസ് ഓഫ് ഇഫ് ക്ലോസ്. അപ്പൊ അത് മനസ്സിലാവുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ് ക്വിക്ക്ലി. സോ ഹിയർ ഇസ് ദ ഫസ്റ്റ് റൂൾ. ഇഫ് ദി സബ്ജക്ട് ഇസ് ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1 ഫോം, ഈ ഒരു ഫോമിലാണ് നമ്മുടെ സബ്ജക്ട് തന്നിരിക്കുന്ന സബ്ജക്ട് എങ്കിൽ വാട്ട് ഷുഡ് വി ഡു? ഇങ്ങോട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും വാട്ട് ക്യാൻ ബി ദാറ്റ്? സബ്ജക്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും സബ്ജക്ട് പ്ലസ് ഇതിന് അപ്പുറത്തേക്ക് വരേണ്ടത് വിൽ ഓർ ഷാൽ ഓർ മേ ഓർ can, shall, will or may. Will or shall or can or may plus V1. Okay, if you had enough money, നമുക്ക് ഈ പറയുന്ന സെന്റൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ അത് വരുന്നില്ല അല്ലേ? ഓക്കെ ഫൈൻ. നമുക്ക് ഒന്നാമത്തെ റൂൾ ഇതാണെന്ന് ജസ്റ്റ് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. നെക്സ്റ്റ് റൂൾ കംസ് ലൈക്ക് ദിസ്. ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് V2, ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസ് എങ്കിൽ ഇതിന് പകരം എന്ത് വരും? സബ്ജക്ട് പ്ലസ് ഈ വില്ലിന് പകരം വുഡ് വരും, ഷാലിന് പകരം ഷുഡ് വരും, ആൻഡ് ദെൻ ക്യാനിന് പകരം could വരും, അതുപോലെ തന്നെ മേക്ക് പകരം might will come plus V1. Alright, subject plus would or should or could or might plus V1. Alright, then here comes the third rule. This is a final rule that you have to keep in your mind. If plus subject plus had plus V3. If the sentence is in this form, ഇങ്ങനെയാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ what you have to do is, ഇങ്ങോട്ട് വരേണ്ട ഫോം എങ്ങനെയായിരിക്കും? subject plus would or should or could or might plus have plus V3. So this is the format that you have to follow. If plus subject plus had plus V3 formula ആണ് ഇത് വരുന്നതെങ്കിൽ subject plus would or should or could or might plus have plus V3. Okay, അപ്പോൾ ഈ മൂന്ന് ഫോർമുലാസ്, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ you can easily write any sentences that are starting with if. ഇവിടെ ഒന്ന് നോക്കി നോക്കാം നമുക്ക്. So if plus if you had enough money, നോക്കിയ in which form is this sentence? ഈ ഒരു ഫോർമുല ഏതിലാണ്?
if you had, had plus V3 form is here, alle? If you had enough money, എന്തായിരിക്കും? What can be that? First, ഇത് വെച്ചിട്ടാണ് നമ്മൾ if you had enough money. അപ്പോൾ നമ്മൾ ആദ്യമേ had കാണുമ്പോൾ will definitely be going to this part അല്ലേ? ഇവിടെ ഒരു had ഉണ്ട്. ഞാനും ആദ്യം അങ്ങോട്ടാണ് നിങ്ങളെ കാണിച്ചു തന്നത് അല്ലേ? എന്തുകൊണ്ടായിരിക്കും അവിടെ? പക്ഷെ ഇത് റൈറ്റ് ആണോ? No, it is not right because എന്താ കാര്യം? Had, yes, had is here. പക്ഷെ നമുക്ക് ഇങ്ങോട്ടൊരു V3 ഫോം അവിടെ ഉണ്ടോ? ഇല്ല. So we can just consider this as a V2 form. V2 form ആയിട്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. So this comes under this category. അപ്പോൾ what can we do? ഇങ്ങോട്ട് എന്ത് നമുക്ക് ചെയ്യാം? If you had enough money, നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടായിരുന്നെങ്കിൽ I'll be just writing like I would buy a new car. Okay, is it clear? Had vanu, subject plus V2 ആണ്. So subject plus, I wrote a subject. Then should or would or could or would, might, അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ആഡ് ചെയ്യാം. Then V1 form of the verb, buy. Okay, is it clear? Okay, we'll go for the next one. അടുത്തതിലേക്ക് പോയി നോക്കാം. I will come if. ഇവിടെ നമുക്കൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഇത്രയും നേരം തന്നുകൊണ്ടിരുന്നത് മുഴുവൻ if വെച്ചിട്ടുള്ള ക്ലോസ് ആയിരുന്നു നമുക്ക് ആദ്യം തന്നത്. But here we are given with the മെയിൻ ക്ലോസ്. ആദ്യത്തെ ക്ലോസ് ആണ്, ഇഫ് ക്ലോസ് അല്ല നമുക്ക് തന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് ഇഫ് ക്ലോസ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം. കാരണം ഇവിടെ വില്ലാണ് വന്നിട്ടുള്ളത്, വിൽ പ്ലസ് V1 ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് എന്ത് എഴുതാം? ഐ വിൽ കം ഇഫ് യു കോൾ മീ. ഓക്കെ, ഐ വിൽ കം ഇഫ് യു, I will come. അപ്പോൾ നമുക്ക് നോക്കിയേ if plus subject plus V1 ഫോം ആണ് വേണ്ടത്. നോക്കിയേ I will come വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ അത് കൊടുത്തു ഈ ഒരു ഫോമിലാണ് വന്നത്. If you is there, the subject is there, then we have V1 here. So call is a V1. So that is also over. I will come if you call me. എന്നെ വിളിച്ചാൽ ഞാൻ വരും. All right, then we have another sentence. If you had informed me, നിന്നെ അറിയിച്ചിരുന്നെങ്കിൽ. അപ്പോൾ we have had plus V3. So it comes under this category. If plus subject plus had plus V3. അപ്പോൾ നീ എന്നെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? I would have come there. So that can be a sentence. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. That is my sentence. You can just write it according to your likes. Okay, I would have come there. So that can be a sentence. ഇവിടേക്ക് സ്ഥലം ഇല്ലാഞ്ഞിട്ടാണ് I'm not just writing there. So I ഇവിടെ വന്നു, would ഇവിടെ ഉണ്ട്, have plus come എന്ന് പറയുമ്പം it's a V3 form. അപ്പോൾ I would have come there. Okay, then if she comes, next അടുത്ത ലൈനിലേക്ക് നമ്മൾ പോവാണ്. If she comes, ഏതൊരു പാറ്റേണിലായിരിക്കും വന്നിട്ടുണ്ടാവാം? If she comes, S form ആണ്. So it comes under V1 form, subject plus V1. If she comes, she will get the prize. അവൾ വന്നിരുന്നെങ്കിൽ അവൾക്ക് പ്രൈസ് കിട്ടുമായിരുന്നു. She will get the prize. Okay, then if he had known about it, അവൻ അതിനെപ്പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ. If he had known, had plus V3. So this comes under this rule. അപ്പോൾ അങ്ങനെയായിരിക്കും വരാം. If he had known about, അതിനെപ്പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് കൊടുക്കാം? He would have gone there. അവനെപ്പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ അവൻ അവിടെ പോയേനെ. He would have gone. He would have gone there. All right, അപ്പോൾ ആ ഒരു ഫോമാറ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. If they tried, അടുത്തൊരു ഫോമാണ്. If they tried, subject is there, then it is V2. അവർ ട്രൈ ചെയ്തിരുന്നെങ്കിൽ എന്ത് കൊടുക്കാം? If they tried, they could have win the match. Okay, they could have win the match. Match win ചെയ്യാമായിരുന്നു. They could have win the match. അവർക്ക് കളി ജയിക്കാം. അവർ ട്രൈ ചെയ്തിരുന്നെങ്കിൽ they could have win the match. All right, so that is all about this thing. If clause clear ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് ഫോർമുലാസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ it will be easy for you to do these things. Okay, fine. So that is all about that thing. Now we have a usage. That is no sooner had. No sooner had plus no sooner than എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So here is the thing. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is the thing. No sooner and than.
ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് രീതിക്ക് നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യാം. ഒന്നുകിൽ we can choose this thing, had plus V3 form. Otherwise you can just choose did plus V1. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമാറ്റ് നോക്കുമ്പോഴേക്കും you will be getting an idea. Okay, no sooner had I reached, here is had and we have V3 here. Had I reached the station, then we'll be adding this thing, then the train left. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും എത്തുന്നതിന് മുന്നേ ട്രെയിൻ പോയി. ദെൻ അതുപോലെ തന്നെ ഡിഡ് പ്ലസ് V1 ഫോമിൽ അതിനെ നമുക്ക് യൂസ് ചെയ്യാം. നോ സൂണർ ഡിഡ് പ്ലസ് ഓൾവേസ് വി യൂസ് V1. ഡിഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ ലെഫ്റ്റ്. ഓൾ റൈറ്റ്, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ അതിൽ നമുക്ക് നോക്കാൻ. ഹാഡ് പ്ലസ് V3യും ഡിഡ് പ്ലസ് V1. ഓക്കെ, അപ്പം അതിന് മുന്നേ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്, എന്തിനാണ് ഈ നോ സൂണറും ദാനും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ഒരു കാര്യം വരാണ്, ഒരു കാര്യം നടന്നു, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പം ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും, ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അവരവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നടന്നു കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെയാണ് രണ്ടാമത്തെ കാര്യം, ദ സെക്കൻഡ് തിങ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ട്, രണ്ടിനെയും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വിൽ ബി യൂസിങ് നോ സൂണറും ദാനും. ഓക്കെ, ഫൈൻ. Okay, if we are taking this sentence, for example, no sooner had we heard the sound than we rushed to the spot. അപ്പം ഹാഡ് പ്ലസ് V3യിലാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം എങ്ങനെയായിരിക്കും ഇത് ഡിഡിൽ നമുക്ക് ചേർക്കാൻ പറ്റുക? നോ സൂണർ ഡിഡ് വി, ഇവിടെ നമ്മൾ ഹേർഡ് ഉപയോഗിക്കുകയോ ഇല്ല. സോ വി ഹാവ് ടു യൂസ് V1 ഫോം ഹിയർ ഉപയോഗിക്കുന്നു. ആൻഡ് ബാക്കിയൊന്നും നമുക്ക് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ദ സൗണ്ട് then we rush to the spot. ബാക്കിയുള്ളതിനൊന്നും ചേഞ്ചസ് ഇല്ല. ഇനി ഇഫ് യു ആർ കൺസിഡറിങ് ദിസ് സെന്റൻസ്, ഇവിടെ നമുക്ക് ഓൾറെഡി ഡിഡ് വെച്ചിട്ടുള്ളത് തന്നിട്ടുണ്ട്. നോ സൂണർ ഡിഡ് ഷീ ഫിനിഷ് ദി പ്രോജക്ട് ദാൻ ഷീ സ്റ്റാർട്ടഡ് എ ന്യൂ വൺ. വാട്ട് ക്യാൻ ബി ദി ഫസ്റ്റ് വൺ? നോ സൂണർ ഹാഡ് ഷീ, ഫിനിഷ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? നോ, വി ക്യാൻ ഓൺലി യൂസ് ഫിനിഷ്ഡ് ബിക്കോസ് വി ഹാവ് ഹാഡ് ഹിയർ. അതുകൊണ്ട് നമുക്ക് അവിടെ V3 ഫോമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ ഇതുപോലെ തന്നെ ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ്, ബാക്കി ഒരു വ്യത്യാസമില്ല. ദാൻ ഷീ സ്റ്റാർട്ടഡ് എ ന്യൂ വൺ. ഓക്കെ, ബാക്കി അതുപോലെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഫോർത്ത് വൺ. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് നോ സൂണർ ഐ റിസീവ്ഡ് ഹെർ കോൾ ഐ ലെഫ്റ്റ് ദി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? നോ സൂണർ had I received her call then I left the house. Okay, അത് നമ്മൾ ഇനി ഡിഡ് വെച്ചിട്ടാണെങ്കിലോ no sooner did I received കൊടുക്കില്ല, receive her call then ബാക്കി ഇതുപോലെ തന്നെ. All right, അപ്പോൾ ഇതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Now we have another usage that is same as നമ്മൾ ഈ നോ സൂണറും ദാനും ഉപയോഗിച്ചതുപോലെ തന്നെ അതേ പർപ്പസ് ആണ് ഹാർഡ്ലി സ്കേഴ്സ്ലി വെന്നിനും ഉള്ളത്. നോ സൂണറിന് പകരം നമുക്ക് ഒന്നുകിൽ ഹാർഡ്ലി ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്കേഴ്സ്ലി ഉപയോഗിക്കാം. അതുപോലെ ദാനിന് പകരം we can use when also. Okay, അപ്പോൾ I'll just give an example. ഇവിടെ we have an example here. I'll just move it. Yeah. Here is an example. Hardly had I reached the station when the train left. Okay, hardly. അപ്പോൾ ഇവിടെ നോ സൂണറിന് പകരം ഇത് നമ്മൾ ഉപയോഗിച്ചു, ഹാർഡ്ലി എന്നുള്ളത് ഉപയോഗിച്ചു. There is no other difference. നോ സൂണറിന് പകരം നമ്മൾ ഹാർഡ്ലി ഉപയോഗിച്ചു. Had I reached, ഇവിടെ ദാനിന് പകരം we just used when. Okay, ഇനി അതുപോലെ തന്നെ we can choose scarcely instead of hardly. Scarcely had I reached the station when the train left. Okay, അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇനി if you are using this thing, ഈ ഒരു സെന്റൻസ് ആണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അതിന് പകരം എന്ത് കൊടുക്കാം? Hardly did she finish the project. ഇതിന് പകരം will be using when. Alright, so that's done. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഈ ഹാർഡ്ലി സ്കേഴ്സ്ലി എന്നുള്ളത് നോ സൂണറിന് പകരവും ദാനിന് പകരം വിൽ ബി യൂസിങ് വെൻ. എത്രയും മാത്രമേ അവിടെ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വി ഹാവ്, അപ്പോൾ നമ്മൾ നോ സൂണർ ദാൻ എന്ന് പറയുന്നത്, നോ സൂണർ എന്ന് പറയുന്നത് ദിസ് ഇസ് അബ്സല്യൂട്ട്ലി എ നെഗറ്റീവ് എക്സ്പ്രഷൻ. നോ സൂണർ
ഒരു നെഗറ്റീവ് എക്സ്പ്രഷൻ ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു പോസിറ്റീവ് എക്സ്പ്രഷൻ ആണ് as soon as. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും എന്നുള്ളൊരു മീനിങ് ആണ് as soon as വരുന്നത്. അവിടെയും കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. as soon as I reached the station, the train left. ഇനി അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, if you are taking this example, as soon as she finished the project, she started a new one. Okay, as soon as she finished a project, she started a new one. That's it. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതെന്ന് മാത്രമേ നമുക്കിവിടെ ഓർക്കാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കഴിഞ്ഞ യൂണിറ്റ്സിലൊക്കെ വി ഹാവ് ബീൻ സ്റ്റഡിങ് അബൌട്ട് നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ് അല്ലേ, സബ്ജക്ട്സ്, പ്രെഡിക്കേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഓക്കെ, പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് സെർട്ടൻ ക്രൈറ്റീരിയ. അപ്പോൾ പ്രിപ്പോസിഷണൽ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. പ്രിപ്പോസിഷൻ preposition is followed by an object. Okay, so that is it. അത്ര മാത്രമേ നിങ്ങൾക്ക് ഓർക്കാനുള്ളൂ. The preposition and the object together form the prepositional phrase. Prepositionനും അതിന്റെ കൂട്ടത്തിൽ ഒരു ഒബ്ജക്റ്റും കൂടി ഉണ്ടെങ്കിൽ here comes our prepositional phrase. ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. When preposition is followed by an object, അത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ we'll get a prepositional phrase. Okay, അപ്പോൾ we'll just go for some activities. നോക്കി ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. We'll just identify the prepositional phrases. Okay, here is the first question. Come into the garden with me. ഇതിൽ തന്നെ ഒരുപാട് ഒന്നിൽ കൂടുതൽ പ്രിപ്പോസിഷണൽ ഫ്രേസ് ഒരു സെന്റൻസിൽ ഉണ്ടാവാം. സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്ത് കണ്ടുപിടിക്കണം? ആദ്യമേ പ്രിപ്പോസിഷനെ കണ്ടുപിടിക്കണം. സോ ഹിയർ ഇസ് വൺ പ്രിപ്പോസിഷൻ, ഇൻടു വൺ ഉണ്ടല്ലേ, ഇൻടു ഇവിടെ ഒരു പ്രിപ്പോസിഷൻ ആയിട്ട് വരുന്നുണ്ട്. സോ ഇൻടു ഇസ് എ പ്രിപ്പോസിഷൻ. സോ ഇറ്റ് ഹാസ് ദിസ് ഒബ്ജക്ട്. So this is a prepositional phrase, into the garden. Okay, and here is another prepositional phrase, with me. All right, then coming to the second one, she wanted to go to the movies. ഇതൊരു കുറച്ച് ട്രിക്കിയാണ് എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ട്രിക്സ് ഒന്നും അല്ല. ആദ്യം നമ്മൾ ഇവിടെ ഒരു 2 കാണുമ്പോഴേക്കും ഒബ്വിയസ്ലി നമ്മൾ യെസ് ദിസ് ഇസ് എ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് ഇങ്ങോട്ട് നമ്മൾ അടയാളപ്പെടുത്തി പോവാം. ബട്ട് ഓൾവേസ് just pay attention to this thing. Go. It is not an object. It is not an object. Pagaram, this is a verb. Prepositionന്റെ കൂട്ടത്തിൽ verb വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും prepositional phrase ആവില്ല. പകരം ഇതിന്റെ കൂട്ടത്തിൽ object വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് prepositional phrase ആവത്തുള്ളൂ. So here the prepositional phrase starts from here to here. To the movies ആണ് ഇവിടുത്തെ prepositional phrase. Okay. Next, we have another one. The girl from the nearby city left her purse in the lab. Okay, we have prepositional phrase here, from the nearby city and in the lab. All right, clear alle adu? And next, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. Then she was looking for a man. This is another thing. She was looking for a man with money. What is the prepositional phrase here? എന്തായിരിക്കും prepositional phrase? Here is a preposition for. So this comes a prepositional phrase. Then we have another prepositional phrase with money. Okay, so that's it. ഇത്രയേ ഉള്ളൂ prepositional phrase. Okay, fine. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു യൂണിറ്റിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഗ്രാമർ പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 4th യൂണിറ്റിലാണ് നമ്മൾ വന്ന് സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ ബാക്കിലുള്ള സൈഡിലേക്ക് വരുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണ്, ലാംഗ്വേജ് എലമെന്റ്സ് ഒക്കെയാണ് വിൽ ബി ഡിസ്കസിങ് ഇൻ ദിസ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് വെരി ഈസി വൺ. ഇവിടെ നമുക്ക് വേർഡ് മീനിങ്സ് അറിയാമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഫിൽ അപ്പ്. You can just match these columns. If you are valedictorian, you just have to match the meaning in the other column. So if you are taking valedictorian, a student with the highest academic rank in the class, so that is a valedictorian. And if the next one is agile, which means, what can be an agile? Agile means able to move quickly and easily. ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ മീനിങ്സ് അറിയാമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് പുട്ട് ഇറ്റ് ഡൗൺ. എജൈൽ എന്ന് പറയുന്നത് ഇതാണ്, ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി. ആൻഡ് ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് ഡെസ്പയർ, ഏബിൾ ടു ലൂസ് ഹോപ്പ്, ടു ലൂസ് ഹോപ്പ്. അതുപോലെ തന്നെ ഇഫ് യു ആർ ടേക്കിംഗ് falsify, we have falsify, to make false by adding or changing. ആ ഒരു ഇതിന് ഡോക്യുമെന്റ്സിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് അതിൽ വരുന്നത്. Then if you are taking coincidence ആണെങ്കിൽ
ഹിയർ ഇസ് എൻ ആക്സിഡന്റൽ സീക്വൻസ് ഓഫ് ഇവന്റ്സ്. അറിയാണ്ട് വളരെ പെട്ടെന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയാണ് വി കോൾ ഇറ്റ് ആസ് കോയിൻസിഡൻസ്. അറിയാണ്ട് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് മസ്റ്റർ, muster means to summon or to gather. Here is it. Muster aanengil adu. Then if eavesdrop means yes, just listening to others' conversation. Yeah, here is it. Secretly listening to a private conversation. Then what is a beanpole? Beanpole എന്ന് പറയുന്നത് it is a slang for tall and thin person. ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതായിരിക്കും beanpole എന്നൊക്കെ പറയുന്നത്. Then if it is resign means to give up, to quit എന്നുള്ളൊരു മീനിങ് ആണ് resign വരുന്നത്. അപ്പോൾ if you are aware about the meanings of the words, you will be able to answer these. Okay, now we have another thing. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മേളിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ ഇവിടേക്ക് ജസ്റ്റ് ഫില്ല് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡാഷ് പീപ്പിൾ ആർ യൂഷ്വലി ഗുഡ് അത്ലറ്റ്സ്. അപ്പോൾ സോ ഇവിടുന്ന് നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്നത് എജൈൽ. എജൈൽ എന്ന് പറയുന്നത് ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി. അപ്പോൾ അവരെയാണ് നമ്മൾ എജൈൽ എന്ന് പറയുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ. ഇനിയിപ്പോൾ if we are taking this third one, what a coincidence. So we can just add coincidence there. Then if we are taking another one, that she couldn't dash enough courage to ask her grandfather. Muster, to gather the courage. അപ്പോൾ ആ മേളത്തെ meanings അറിയാമെങ്കിൽ you will be able to deal with this thing also. Okay, here is another activity. ഇവിടെ നമ്മൾ ന്യൂ ആയിട്ട് കണ്ട ഒരു വേർഡാണ് വാലിഡിറ്റേറിയൻ. The person who is scoring highest rank for the classes, അതിനെയാണ് നമ്മൾ വാലിഡിറ്റേറിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ കുറച്ച് വളരെ കണ്ണിങ് ആയിട്ടുള്ള കുറച്ച് നമ്മൾ അധികം ഫെമിലിയർ അല്ലാത്ത കുറച്ച് വേർഡ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് വി ആർ ഹാവിംഗ് സം സെന്റൻസസ് ഫോർ ദാറ്റ് ഓൾസോ. സോ ഹിയർ ഇസ് എ വേർഡ് ദാറ്റ് ഇസ് polyglot. Here is first word, polyglot. Polyglot means a person knowing several languages, ഒരുപാട് ലാംഗ്വേജസ് അറിയാവുന്ന ഒരാളെയാണ് നമ്മൾ polyglot എന്ന് വിളിക്കുക. And then here is amorphous, which means shapeless, ഒരു ഷേപ്പ് ഇല്ലാത്ത എന്നുള്ളൊരു മീനിങ് ആണ് amorphous എന്ന് വരുന്നത്. Then disparaged എന്ന് വെച്ചാൽ എന്താണ് വല്ലാണ്ടങ്ങ് അടിച്ച് താഴ്ത്തുക. ടു പുട്ട് മീ ഡൗൺ, പുട്ട് ഡൗൺ എന്നുള്ള വല്ലാണ്ടങ്ങ് താഴ്ത്തി കെട്ടി കാണിക്കുക, തളർത്തി കളയാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ ഡിസ്പാച്ച്ഡ് എന്ന് പറയുക. Then we have euphoric, extremely happy, very happy എന്നുള്ളൊരു മീനിങ് ആണ് euphoric. And then we know somnambulous, അല്ലേ, നമ്മൾ ഫിലിംസിലൊക്കെ കാണാറാണ് somnambulism ബാധിച്ച, അതായത് someone who is speaking in walking during sleep, അതായത് ഉറങ്ങിക്കിടക്കുമ്പോൾ നടക്കുന്ന ആൾക്കാർ, അങ്ങനെ അസുഖമുള്ളവരെയാണ് we call it as somnambulist. Okay, so that is all about this thing also. അത്രയേ ഉള്ളൂ അതിലും വരുന്നത്. Now we have now the usage. അടുത്ത യൂസേജ് അല്ല, നമ്മൾ എപ്പോഴും കാണാറുള്ള, നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഒക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യണം, നല്ല ബെറ്റർ ആക്കണം എന്ന് നമ്മൾ ആലോചിക്കുമ്പം വിൽ ബി തിങ്കിങ് ഓഫ് ഇഡിയംസ്. ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഫ്രേസസ് ഹൂസ് മീനിങ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ മീനിങ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ വേർഡ്സ്. അതായത് ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൂട്ടായിട്ട് ഒരു സെൻറ്റൻസ് ആയിട്ട് മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞൊരു മീനിങ് കിട്ടുള്ളൂ. ഇൻഡിവിജ്വൽ വേർഡ്സിൻ്റെ മീനിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സംഭവമായിട്ട് അതിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളെപ്പോഴും കാണാറുള്ള ഒരു ഇഡിയമാണ്, വളരെ കോമൺ ആയിട്ടുള്ള okay, this is a very common idiom. It's raining cats and dogs. ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ഡോഗ്സ്, പൂച്ചയും പട്ടിയും അതുപോലെ മഴ പെയ്യുന്നു, ഇതൊന്നും തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കണക്ഷൻ ഇല്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ സെന്റൻസ്, ഒരു സെന്റൻസ് ആയ ഒരു ഇഡിയം ആവുമ്പോഴേക്കും ദിസ് മീൻസ് ഇറ്റ് ഈസ് ഹെവിലി റെയിൻ, ഹെവി റെയിനിനെ സൂചിപ്പിക്കാനാണ് ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ഇഡിയംസ്. അപ്പോൾ ഇഡിയംസ് എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഇനി വി ഹാവ് സം ഇഡിയംസ് ഹിയർ. ഇവിടെ കുറച്ച് ഇഡിയംസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ കുറേയധികം ഇഡിയംസ് കൊടുത്തിട്ടുണ്ട്. വിൽ ജസ്റ്റ് ഡിസ്കസ് ദീസ് തിങ്സ്. ആദ്യം തന്നെ വി ഹാവ് കട്ട് എ സോറി ഫിഗർ. ദി ആക്ടർ കട്ട് എ സോറി ഫിഗർ, അതായത് ടു മേക്ക് എ പുവർ ഇംപ്രഷൻ, ഒരു വളരെ പാവപ്പെട്ട ഒരു ഇംപ്രഷനാണ്, വളരെ ചെറിയൊരു ഇംപ്രഷൻ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, ദ സബ്ജക്ട് ഇസ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു മീ. എന്ന് വെച്ചാൽ എന്താ, ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു സബ്ജക്റ്റ് ആണ്. ദാറ്റ് ഈസ് എ വെരി ന്യൂ ആൻഡ് സ്ട്രെയിൻ സബ്ജക്ട്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ് ഈ ഒരു ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദെൻ ഐ ആം അറ്റ് മൈ വിറ്റ്സ് എൻഡ്. ഐ ആം അറ്റ് മൈ വിറ്റ്സ് എൻഡ്, വിച്ച് മീൻസ് പസിൽഡ്, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ
I am at my wits end എന്ന് പറയുന്നത്. Then when a crisis comes up, you must rise to the occasion. എന്താണ്? പെർഫോം വൺസ് റോൾ വെൽ. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ യു ഷുഡ് പെർഫോം വെൽ. ആ ഒരു ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ ഇത് ചെയ്യണം. ദെൻ ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് വിച്ച് മീൻസ് റാപ്പിഡ്ലി, പെട്ടെന്ന് മാറുന്നു, അല്ലെങ്കിൽ എന്താണ്, ദ പ്രൈസസ് ആർ റൈസിങ് ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. പെട്ടെന്ന് വിലക്കയറ്റവും വില കുറവും ഒക്കെ വരുന്നു. റാപ്പിഡ് ആയിട്ടുള്ള നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ലീപ്സ് ആൻഡ് ബൗണ്ട്സിൽ നമ്മൾ ഉദ്ദേശിക്കാം. ദെൻ അറ്റ് ദ 11th hour നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ള ഒരെണ്ണം അല്ലേ, അവസാന നിമിഷം. നമ്മളൊക്കെ അതുപോലെ തന്നെയല്ലേ, മിക്കവാറും പേര് അങ്ങനെയാണ്. എന്താണ്, അവസാന നിമിഷത്തേക്ക് എല്ലാ കാര്യങ്ങളും വെക്കുന്നവരാ. പഠിക്കാനുള്ളതാണെങ്കിലും വേറെ എന്ത് ടാസ്ക് ഉണ്ട് നാളെ ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റത്തേക്ക് വെക്കാം. ദെൻ വിൽ ബി ഗെറ്റിംഗ് ടെൻസ്ഡ്. അപ്പം അറ്റ് ദ 11th hour എന്ന് പറയും. 11th hour എന്ന് പറഞ്ഞാൽ അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് എന്നാണ് ഇറ്റ്സ് മീനിങ്. ദെൻ ഇഫ് യു വർക്ക് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് വെച്ചാൽ അൺസ്റ്റഡി ആയിട്ട്, ഇപ്പം ഇന്ന് പഠിച്ചു നാളെ പഠിക്കില്ല, അങ്ങനെ നിങ്ങൾ ഒരു സ്റ്റഡീനെസ് ഇല്ലാണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കുകയോ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനെ വി ക്യാൻ യൂസ് ദിസ് ഇഡിയം, ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. ദെൻ തിക്ക് ആൻഡ് തിൻ. തിക്ക് ആൻഡ് തിൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡ്യൂറിങ് ബാഡ് ആൻഡ് ഗുഡ് ടൈംസ്, രണ്ട് ടൈംസിനെയും ഉദ്ദേശിക്കുന്നു. ഓൾറൈറ്റ്, സോ വി ഹാവ് എൻ ആക്ടിവിറ്റി ഹിയർ. ഇതിൽ നിന്ന് നമുക്ക് വി ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ദ മീനിങ് ഓഫ് ദിസ് ഇഡിയം. The cows, ഒന്നാമത്തെ നമുക്ക് പറഞ്ഞു നോക്കാം. We can argue on the issue till the cows come home. എന്ന് വെച്ചാൽ എന്താ, എത്ര സമയം വേണമെങ്കിലും, എത്ര ടൈം വേണമെങ്കിലും എന്നുള്ളൊരു മീനിങ് ആണ് till the cows come home എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. We can discuss about this thing any longer. എത്ര നേരം വേണമെങ്കിലും ടോക്ക് ചെയ്യാം. Then റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹെവി റെയിൻ ആണുള്ളത്. രാധിക വാസ് ടിക്കിൾഡ് പിങ്ക് ബൈ ദ ഗുഡ് ന്യൂസ്. ബിക്കം ഹാപ്പി എന്നുള്ളൊരു മീനിങ് ആണ് ടിക്കിൾഡ് പിങ്ക്. ദെൻ വി ഹാവ് ദ സ്ട്രെസ് കോസ് ആൻ ആം ഇൻ ഇറ്റ് ലെഗ്. ഭയങ്കര എന്താണ്, കോസ്റ്റ്ലി ആണ്, എക്സ്പെൻസീവ് ആണെന്ന് പറയാനാണ് കോസ് ആൻ ആം ആൻഡ് ലെഗ് എന്ന് പറയാം. ഓക്കെ, ദെൻ വി ആർ ഓൾ ഇൻ ദ സെയിം ബോട്ട് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരേ സിറ്റുവേഷൻ, വി ആർ ഓൾ ഇൻ ദ സെയിം സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് അനദർ വൺ, വെൻ പിഗ്സ് ഫ്ലൈ. ഐ വിൽ ക്ലീൻ ദ ടോയ്ലറ്റ് വെൻ ദ പിഗ്സ് ഫ്ലൈ. എന്ന് വെച്ചാൽ പിഗ്സ് ഫ്ലൈ ചെയ്യോ? ഇല്ല, ഇറ്റ് ഈസ് നെവർ ഗോയിങ് ടു ഹാപ്പൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും നടക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഡിയം യൂസ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഇത്രയേ ഉള്ളൂ ഇഡിയംസ് എന്ന് പറയുന്നത്. ഈസിയാണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് യൂസേജ്, അത്ര മാത്രമേ നമുക്ക് അതിൽ മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ 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 ഫൈൻ. അപ്പം നമുക്ക് അടുത്ത നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലുള്ള ദ നെവർ നെവർ നെസ്റ്റിന് ശേഷമുള്ള, നമ്മുടെ പോയിട്രിയിൽ അത്ര വലിയ ഗ്രാമർ പോർഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് അതിന് ശേഷമുള്ള ദ നെവർ നെവർ നെസ്റ്റ് എന്ന് പറയുന്നതിലെ ഗ്രാമർ പോർഷനാണ്, നമ്മൾ ലാംഗ്വേജ് എലമെന്റ്സ് ആണ് നോക്കുന്നത്. സോ വിൽ ബി യൂസിങ് ദിസ് യൂസേജ് അല്ലേ. ഇന്നഫ്, വി ആർ യൂസിങ് ദിസ് വെരി ഓഫൻ. നമ്മൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ് ഇന്നഫ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഇനഫ് യൂസ് ചെയ്ത് നമുക്ക് തോന്നുന്നിടത്തൊക്കെ പറ്റുന്ന, നമുക്ക് അറിയുന്ന പോലെ ചേരുന്നിടത്തൊക്കെ നമ്മൾ ചേർത്ത് ഉപയോഗിക്കാറുണ്ട് അല്ലേ. പക്ഷെ ഇനഫ് യൂസ് ചെയ്യുമ്പം രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇനഫിന്റെ കൂട്ടത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും നൗൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇനഫിന്റെ കൂട്ടത്തിൽ നമ്മൾ നൗൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ നൗണിന് മുന്നേ ആയിരിക്കണം എന്തുണ്ടാവേണ്ടത്, ഇനഫ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പം ഇനഫ് പ്ലസ് നൗൺ മാത്രമേ സംഭവിക്കാവുള്ളൂ, അല്ലാണ്ട് നൗൺ പ്ലസ് ഇനഫ്, നൗൺ കഴിഞ്ഞിട്ടല്ല ഇനഫ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതുതാ here is a sentence. My father was a farm laborer who couldn't earn enough money to feed 8 children. അപ്പൊ നോക്കിയേ, മണി ഇറ്റ് ഇസ് എ നൗൺ അല്ലെ, നൗൺ. അപ്പൊ അതിന് തൊട്ട് മുന്നിലാണ് ഇനഫ് വന്നിട്ടുള്ളത്. ഓക്കെ, then we are going for another sentence. Okay, let's take this as an example. ഇവിടെ നോക്കിയേ, this is an example. He is tall enough to touch the ceiling. ഇവിടെ we don't have a noun. ഇവിടെ ഉള്ളു noun. പക്ഷേ നമുക്ക് ഇനഫിനോട് ചേർന്ന് noun ഒന്നുമില്ല. പകരം we have something else. What is this? Tall. He is tall. Here we have an adjective. അല്ലേ, ഒരു adjective ഉണ്ട്. We have an adjective. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു adjective? അപ്പോൾ adjective ഉണ്ട്. ദ ടോൾ എന്ന് പറയുന്നത് ഒരു കുട്ടീനെ വിശേഷിപ്പിക്കുന്നതാണ്, അവനെ വിശേഷിപ്പിച്ചേക്കുന്നതാണ്. അപ്പം ഇഫ് യു ആർ ഹാവിങ് an adjective അല്ലെങ്കിൽ adverb ആണെങ്കിൽ എന്ത് സംഭവിക്കണം? ഇതിന് ശേഷം മാത്രമേ ഇനഫ് വരാവുള്ളൂ. അതായത് adjective or adverb plus enough. Okay,
adjectiveും adverbും കഴിഞ്ഞതിന് ശേഷമേ enough വരാവുള്ളൂ. നൗണിന് മുന്നേ മാത്രമേ enough വരാവുള്ളൂ. Okay, I hope it's clear for you. അങ്ങനെ വേണം, നൗണിന് മുന്നേ കൊടുക്കണം, adjectiveനും അല്ലെങ്കിൽ adverbിനും ശേഷമേ enough കൊടുക്കാവുള്ളൂ. Okay, ഇവിടെ അടുത്തൊരു സെന്റൻസ് കൂടെ നോക്കാം. She didn't run fast enough to win the prize. Fast എന്ന് പറയുന്നത് it is an adverb അല്ലേ? റൺ എന്ന് പറയുന്നതിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഇറ്റ്സ് an adverb. അതിന് ശേഷമാണ് enough വന്നിട്ടുള്ളത്. So that comes under that rule. Okay, fine. We have some, ഇവിടെ നോക്കി നിങ്ങൾക്ക് കുറച്ച് സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. He didn't jump dash to win the prize. അപ്പോൾ what can be this thing? ഇവിടെ നമുക്ക് ഇവിടെ വേർഡ്സ് തന്നിട്ടുണ്ട്, അതിനെ we can just add it with the enough. എന്തായിരിക്കും ഇവിടെ കൊടുക്കാൻ പറ്റുക? We can just choose high അല്ലേ? ഹൈ ചൂസ് ചെയ്തൂടെ? ജമ്പ് എന്ന് പറയുമ്പോൾ ഹൈ ഇനഫ്. ഓക്കെ, ഹൈ ഇനഫ് എന്തുകൊണ്ടാണ്? ഹൈക്ക് ശേഷമാണ് ഇനഫ് കൊടുത്തത്. ബിക്കോസ് ഹൈ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ആൻ adverb. അതിന് ശേഷമാണ് നമ്മൾ ഇനഫ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് വൺ, അടുത്ത നമുക്ക് എന്ത് കൊടുക്കാം? What can be the next thing? അടുത്തതൊന്ന് എടുത്തു നോക്കാം. She is dash. എന്ത് കൊടുക്കാം? She is old enough കൊടുത്തൂടെ? She എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു adjective വെച്ച് അതിനെ ഒന്ന് എന്ത് ചെയ്തു? ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തു. അപ്പോൾ അതിനുശേഷം adjective plus old enough to travel by herself. Okay, then next നമുക്ക് കൊടുക്കാം. He had courage. കറേജ് നമുക്ക് കൊടുക്കാം അല്ലെ? അവൻ അത്രയും കറേജ് ഉണ്ട്, ധൈര്യമുണ്ട്. അപ്പൊ കറേജ് എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് എ എന്താണത്? ഇറ്റ് ഇസ് എ നൗൺ. സോ വി ഹാവ് ടു ആഡ്, എവിടെയായിരിക്കും നമ്മൾ ഇനഫ് കൊടുക്കുക? He had enough courage. ഓക്കെ, മുന്നേ കൊടുക്കണം. ഇതുപോലെ നമ്മൾക്ക് ശേഷം കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് കറേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ നൗൺ. Okay, I hope it's clear for you. ഇത്ര തന്നെയുള്ളൂ. ഇനി if you are taking this one, the eyes had dash. The eyes had എന്തായിരിക്കും അവിടെ കൊടുക്കുന്നുണ്ടാവുക? The eyes had enough thick അല്ലേ? Enough. The eyes had, in eyes is enough thick to walk. Okay, enough thick. Okay, next one അടുത്തത് നമുക്ക് നോക്കുവാണെങ്കിൽ what can be the next one? അടുത്തത് we can say he spoke loud enough to be heard. All right, അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. ആകെപ്പാടെ നൗണിന് മുന്നേ ഇനഫ് വരും, അതുപോലെ തന്നെ അഡ്ജക്റ്റീവ് ആൻഡ് അഡ്വേർബിന് ശേഷം ഇനഫ് വരും എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ അത്. നൗ വി ഹാവ് another thing നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് റിലേറ്റീവ് ക്ലോസസ്. റിലേറ്റീവ് പ്രോനൗൺസ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ ഹൂ, വെൻ, വിച്ച്, വേർ, ഹും, ഹൂസ്, ദാറ്റ്, ഇവരൊക്കെയാണ് റിലേറ്റീവ് പ്രോനൗൺസ്. അതായത് പ്രോനൗൺസ് ദാറ്റ് ആർ യൂസ്ഡ് ടു റിലേറ്റ് തിങ്സ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആദ്യമേ നോക്കാം. റിലേറ്റീവ് ക്ലോസസ് എന്താണെന്നുള്ളൊരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിലേറ്റീവ് ക്ലോസസ് ആർ ക്ലോസസ് സ്റ്റാർട്ടിങ് വിത്ത് റിലേറ്റീവ് പ്രോനൗൺസ്. റിലേറ്റീവ് പ്രോനൗൺസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് ഹൂ, വെൻ, വിച്ച്, വേർ, ഹും, ഹൂസ്, ദാറ്റ്, ഇതൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിനെയാണ്? ക്ലോസസിനെയാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസസ് എന്ന് പറയാം. ഓക്കെ, ഫൈൻ. വി ഹാവ് ദ ഫസ്റ്റ് സെന്റൻസ്. ഇവിടെ നിന്ന് നമുക്ക് മാച്ച് ചെയ്താൽ മാത്രം മതി. ഡു യു നോ ദ മാൻ? മാൻ എന്ന് പറയുന്നത് ഹീസ് എൻ ഒബ്ജക്ട്, ഐ മീൻ നൗൺ ആണ് അല്ലേ? സോ വാട്ട് ക്യാൻ വി ചൂസ്? നമുക്ക് എന്തായിരിക്കും ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റുക? ഹൂ അല്ലേ? ഡു യു നോ ദ മാൻ ഹു ക്ലൈംബ് ദ മൗണ്ടൻ യെസ്റ്റർഡേ? അയാളെ അറിയോ? ഹൂ. ഓക്കെ, ദെൻ ക്യാൻ യു ജസ്റ്റ് സേ ദ നെക്സ്റ്റ് വൺ? ക്യാൻ ഐ ഹാവ് ദ പെൻസിൽ ഡാഷ് ഐ ഗേവ് യു? പെൻസിലിന്റെ കാര്യമാണ്. സോ ദാറ്റ് ഇസ് എൻ ഒബ്ജക്ട്. സോ വി ക്യാൻ ജസ്റ്റ് ആഡ് what can we do? that I, which അല്ലെങ്കിൽ that നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൂടുതൽ പ്രോബബിലി നമ്മൾ that ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. that I gave you, that I gave you. Now that ഇവിടെ നമുക്ക് who ആയിരുന്നു.
Then we have next one. A notebook is a computer dash. Computer enna oru object aanu, so it can be which can be carried around. Okay, then we have I won't eat in a restaurant which is not clean, allengil that is not clean, which namukku cherthu kodukam, which is not clean. Then I went to live in a place aavumbo sthala aavumbo namukku vera options namukku nokkanda avashyilla, it is where there are lot of shops. Then yesterday was a day, oru samayam oru time neയാണ് അവിടെ സൂചിപ്പിക്കുന്നത്, so we can just say right when everything went wrong, എല്ലാം കൊളവായി പോയ ഒരു സമയമായിരുന്നു അത്. Then he is a teacher whom we all respect. Then he വന്നിട്ടുണ്ട് ഇവിടെ, so ഒരു സബ്ജക്റ്റ് ആണ്, noun ആണ്, so we can say he who never climbs never fail. Okay, so this is an easy one, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. Okay, shall we go for the next one? അതിന് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? For persons ആണെങ്കിൽ സബ്ജക്ട് പൊസിഷനിലാണെങ്കിൽ who or that ഉപയോഗിക്കാം, ഒബ്ജക്ട് പൊസിഷനിലാണെങ്കിൽ whom who that, അതുപോലെ തന്നെ if it is a possessive whose ആണ് നമ്മൾ യൂസ് ചെയ്യാം. Okay, then അതുപോലെ തന്നെ things ആണെങ്കിൽ സാധനങ്ങളാണ്, ഒബ്ജക്ട്സ് ആണെങ്കിൽ സബ്ജക്ട് പൊസിഷനിൽ we can use which or that, which അല്ലെങ്കിൽ that ഉപയോഗിക്കാം, ഒബ്ജക്റ്റ് ആണെങ്കിൽ which that ഉപയോഗിക്കാം. Then if it is a possessive of which ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. Okay, so that is it. അത്രയേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു ടോപ്പിക്കിനെ പറ്റി പറയാം. നൗ നമുക്കുള്ളത് we have question tags ആണ് നമുക്ക് അടുത്തതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ടാഗ്സിൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ദിസ് ടാഗ്, ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു ലിസൺ ഇസ് ജസ്റ്റ് നിങ്ങൾ ആദ്യമേ ഒരു സെന്റൻസ് ആണ് കാണുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ലുക്ക് ഇൻ ടു ദാറ്റ് സെന്റൻസ് വെദർ ദാറ്റ് സെന്റൻസ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. അത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കാം. ആ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു നാണ് എടുക്കുന്നത് നോക്കുക. It is not a scholarship jacket. അപ്പോൾ ആ ഒരു സെന്റൻസ് നോക്കുമ്പോഴേക്കും ഇതാണ് നമ്മളോട് എഴുതാൻ പറയും, ഇവിടെ അത് കൊടുത്തിട്ടുണ്ടാവില്ല. ഇറ്റ് ഇസ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ ആദ്യമേ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ഒരു നോട്ട് ഉണ്ടല്ലേ. സോ ആ സെന്റൻസ് ഇറ്റ് ഇസ് നെഗറ്റീവ്. സോ നെഗറ്റീവ് സെന്റൻസ് ആണ് നമുക്കുള്ളതെങ്കിൽ അതിൻ്റെ ടാഗ് ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്. പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് തിങ് നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ ഒരു ഓക്സിലറി വേർബ് ഉണ്ടോ? ഒരു ഓക്സിലറി വേർബ് ഉണ്ടോ? ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ ആ ഓക്സിലറി വേർബിനെ വെച്ചിട്ട് നമുക്കിവിടെ ടാഗ് ഫിൽ ചെയ്യാം. ഇനി ഓക്സിലറി വേർബ് ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വിൽ ബി മേക്കിംഗ് ദാറ്റ് ടാഗ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇറ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ കാണില്ല, ബട്ട് ഇറ്റ്സ് എന്നുള്ളത് ഇറ്റ് ഈസ് എന്നുള്ളതാണ് അല്ലേ. സോ ഈസ് ഇസ് എ ഓക്സിലറി വേർബ്. സോ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് ഈസ് ഇറ്റ്. അപ്പോൾ അത് ഓൾറെഡി ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഈസ് ചേർത്തു. വി ഡോണ്ട് ഹാവ് ടു ആഡ് ഇൻറ്റ്, നോട്ടൊന്നും വേണ്ട. ദെൻ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ദി സബ്ജക്ട്. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് വൺ, ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് വൺ, ദ പ്രിൻസിപ്പൽ ഹാസ് ചേഞ്ച്ഡ് ഹിസ് ഡിസിഷൻ. ഇത് നമുക്ക് തന്നിട്ടില്ല എങ്കിൽ ഓക്കെ, ദ സെന്റൻസ് ഇസ് പോസിറ്റീവ് അല്ലെ. ഇവിടെ നെഗറ്റീവ് ടാഗ്സ് ഒന്നുമില്ല, നോട്ടോ നെവറോ അങ്ങനത്തെ ഒന്നുമില്ല. സോ ദ സെന്റൻസ് ഇസ് പോസിറ്റീവ്, സോ ദി ടാഗ് ഷുഡ് ബി നെഗറ്റീവ്. Then ഇനി നമുക്ക് നോക്കാം ഇവിടെ ഓക്സിലറി വേർബ് ഉണ്ടോ? യാ, വി ഹാവ് ആൻ ഓക്സിലറി വേർബ് ഹാസ്. സോ ഹാസൻറ്റ്. സോ പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോണൗൺ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു, ഹാസൻറ്റ് ഹി. ഓക്കെ, ദെൻ വിൽ ഗോ ഫോർ ദി ആക്ടിവിറ്റീസ് ഹിയർ. നമുക്ക് ഇവിടെയുള്ള ആക്ടിവിറ്റീസ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഹിയർ ഇസ് ദി ഫസ്റ്റ് വൺ. ആദ്യത്തെ തന്നെ നോക്കാം. ഹി സംടൈംസ് റീഡ്സ് ദ ന്യൂസ് പേപ്പർ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താ? Is this line negative or positive? Positive ആണോ നെഗറ്റീവ് ആണോ? He sometimes reads news. അവിടെ നെഗറ്റീവ് ലൈൻസ് ഒന്നുമില്ല, സോ ഇറ്റ് ഇസ് പോസിറ്റീവ്. അപ്പം നെഗറ്റീവിലായിരിക്കണം നമ്മുടെ ടാഗ് എന്തായാലും വരേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലുക്ക് വെദർ ദിസ് സെന്റൻസ് ഹാവ് എ ഓക്സിലറി വേർബ്. ഓക്സിലറി വേർബ് ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ. സോ ദെൻ വി ഹാവ് ടു ടേക്ക് ദി മെയിൻ വേർബ് എടുക്കുക, അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇതൊരു എസ് ഫോമിലാണ് കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ ഡെസ് ആയിരിക്കും വരിക. സോ വി ക്യാൻ ജസ്റ്റ് ചൂസ് വി ഹാവ് ഡസ് ആണെന്നില്ലേ, ഡസ്. അവിടെ നോട്ട് വരുന്നുണ്ട്, അത് ഓൾറെഡി പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് വിൽ ബി ആഡിങ് നോട്ട് ആൻഡ് വി ജസ്റ്റ് ഹാവ് ടു ആഡ് ദാറ്റ് സബ്ജക്ട്. സോ ദ ആൻസർ ഈസ് ഡസൻറ്റ് ഹി. Okay, next we are going for the next one.
I think he is from Maldives. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസ് ഐ തിങ്ക്, ഐ ബിലീവ് എന്നൊക്കെ ഉള്ളതിൽ ഞാൻ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ജസ്റ്റ് പ്രാധാന്യം കുറവാണ് വരുന്നത്. രണ്ടാമത് ബാക്കി ഭാഗത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു സെൻറ്റൻസിനെയാണ്. അപ്പോൾ ഇത് ഓൾറെഡി പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. ഇനി ഈ സെൻറ്റൻസിനെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഓക്സിലറി വെർബ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പം നോക്കിക്കേ, ഈ ഒരു സെന്റൻസിൽ നിന്ന് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് എന്തായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് വരുന്നത്? ഇവിടെ ഹി ഇസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ? ഇസ് എന്ന് പറയുന്നത് അവിടെയുണ്ട്, ഒരു ഓക്സിലറി വെർബ് ആണ്. സോ ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈസ് പ്ലസ് ഇൻഡ് ഇസ് നോട്ട്, isn't he. All right. അപ്പോൾ അത്രയേ ഉള്ളൂ അത്. Then next one, here is the third one. Don't talk while I'm teaching. ഇത് നമുക്ക് മനസ്സിലാവും. This is a കമാൻഡ് അല്ലെ, ഒരു കമാൻഡാണ്. നമ്മൾ ഒരാളുടെ അടുത്ത് ഓർഡർ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇഫ് ഇറ്റ് ഇസ് എ കമാൻഡ് ആണെങ്കിൽ ഒന്നുകിൽ നമ്മൾ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു മാത്രമേ ചേർക്കത്തുള്ളൂ. വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു. അപ്പം ഇത് ഡോണ്ട് എന്നുള്ളത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ വിൽ ബി ജസ്റ്റ് ആഡിങ് വിൽ യു. ഓക്കെ, ഫൈൻ. ഇനി വി ഹാവ് another sentence, let's go swimming. Here is another thing that you have to note. If a sentence begins with let's, ഏതൊരു സെന്റൻസും let's വെച്ചിട്ടാണ് ബിഗിൻ ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂടുതൽ നമുക്ക് വേറെ നോക്കാനൊന്നുമില്ല. അതിന്റെ കൂടുതൽ എപ്പോഴും ഉണ്ടാവുക shall ആയിരിക്കും. സോ we have shall we. ഓക്കെ, shall വെച്ചിട്ടായിരിക്കും അങ്ങോട്ട് അതിന്റെ ടാഗ് വരിക. ഓക്കെ, then we have next നോക്കിയേ, pass me the salt. This is also an order, ഒരു കമാൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കമാൻഡ്സിനൊക്കെ ഒന്നുകിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ആയിരിക്കും വരിക. സോ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, പോസിറ്റീവ് ആയിട്ടുള്ള കമാൻഡ് ആണ്. അതുകൊണ്ട് വി ക്യാൻ ജസ്റ്റ് ആഡ് വോണ്ട് യു. ഓക്കെ, നൗ വി ഹാവ് another sentence. He could have bought a new car. He could have bought a new car. ഇവിടെ നമുക്ക് നോക്കാം, സെന്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിറ്റീവ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഓക്സിലറി വെർബ് ആണ്. അപ്പം നോക്കുമ്പോൾ മനസ്സിലാവുന്നത് രണ്ട് ഓക്സിലറി വെർബ്, ഒരു കുഡും ഉണ്ട് ഹാവ് ഉണ്ട്. ബോത്ത് ഓഫ് ദം ആർ ഓക്സിലറി വെർബ്സ്. നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കൊടുത്തിരിക്കുന്ന ഓക്സിലറി വെർബിനെയാണ് നമ്മൾ കണക്കിലെടുക്കുക. സോ കുഡ് നമ്മൾ ഓപ്റ്റ് ചെയ്തു, കുഡ് എടുത്തു. ഇതൊരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, സെന്റൻസ് ആണ്. അതുകൊണ്ട് കുഡിൻറ്റ് ഇൻഡ് നമ്മൾ ചേർത്തു, കുഡിൻറ്റ് ഹി. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദ ഗേൾ വോണ്ട് സിംഗ് ഇൻ ദ പാർട്ടി. എന്തായിരിക്കും? ദ ഗേൾ വോണ്ട് സിംഗ് ഇൻ ദി പാർട്ടി. എങ്ങനെയായിരിക്കും ഇതിൽ വരിക? എന്തായിരിക്കും ഇവിടെ വരിക? യാ, ഗേൾ വോണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഷോർട്ട് ഫോം ഓഫ് വിൽ. അപ്പോൾ ദാ അതിന്റെ പോസിറ്റീവ് വോണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾറെഡി എ നെഗറ്റീവ് ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്നത് അതിന്റെ പോസിറ്റീവ് ഫോം ആയിട്ടുള്ള വിൽ ഷീ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് ഈ thing, what is that? He went on a tour. ഏതായിരിക്കും വരാ? He went എന്ന് പറയുന്നത് ഓക്കെ, he went എന്ന് പറയുന്നത് ഏതാ? This is in the V2 ഫോം അല്ലെ, പാസ്റ്റിലാണ്. സോ പാസ്റ്റ് ഫോമിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൊടുക്കുക ഡിഡ് എന്നുള്ളതാണ്. അവിടെ നമുക്ക് വേറെ ഓക്സിലറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് വിൽ ബി ജസ്റ്റ് സെപ്പറേറ്റിംഗ് ഇറ്റ് ആസ് ഡിഡ്. അപ്പോൾ നമുക്കിവിടെ എന്താ, ഇത് ഓൾറെഡി ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് വിൽ ജസ്റ്റ് ഓപ്റ്റ് ഡിഡ്ന്റ് ഹി. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഫൈൻ. നമുക്ക് നോക്കി, ഇവിടെ കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ടാഗ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തേത് തന്നെ നോക്കാം. യു ആർ ആൻ ഇന്ത്യൻ. അപ്പോൾ എന്താ, ഇവിടെ ഓൾറെഡി നമുക്കൊരു ഓക്സിലറി ഉണ്ട്. സോ എന്തായിരിക്കും ഇവിടെ വരിക? aren't you. Okay, aren't you. Next, I am late. നമ്മൾ ഐ ആം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിക്കും ഐ ആം നോട്ട് എന്ന് കൊടുക്കും അല്ലേ? പക്ഷെ അങ്ങനെ ഒരു യൂസേജ് ഇല്ല. അതിന് പകരവും നമ്മൾ ആറിൻ്റ് തന്നെയാണ്. ആറിൻ്റ് ഐ അല്ലെങ്കിൽ ആറിൻ്റ് മീ, ആറിൻ്റ് ഐ. ഓക്കെ, ആറിൻ്റ് എന്നുള്ളൊരു യൂസേജ് ആണ് നമ്മൾ അവിടെയും യൂസ് ചെയ്യുക. ദെൻ ദ ബോയ് ഈസ് ഫ്രം കോട്ടയം. അപ്പൊ ഇവിടെ നമുക്കൊരു ഓൾറെഡി എന്താ പോസിറ്റീവ് സെന്റൻസ് ആണ്. വി ഹാവ് എൻ ഓക്സിലറി. അപ്പൊ എന്ത് ചെയ്യാം? isn't he. Okay, then comes the next one. He will never
he will never. അപ്പോൾ will ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും വരിക? won't he. അല്ലേ? won't he വില്ലിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഫോമിലേക്ക് വരുമ്പോഴേക്കും won't he ആവും. Then Anne has cleaned the plates. Has. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ എന്തുണ്ട്? ഓക്സിലറി ഉണ്ട്. hasn't she. അല്ലേ? hasn't she. Then Anu and Manu will arrive tomorrow. will ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എന്തായിരിക്കും കൊടുക്കുക? won't they. won't they. Then Vivek played football yesterday. Played എന്ന് പറയുന്നത് V2 form ആണ്. So we'll be adding did അല്ലേ? did ഫോമിലാണ്, past ഫോമിലാണ്. So didn't he. Clear? Okay, അത്രയേ ഉള്ളൂ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ടാഗ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഓർമ്മയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ പെട്ടെന്ന് തന്നെ നമുക്ക് ടാഗ്സ് എഴുതാം. അത് നിങ്ങൾക്ക് എസ്പെഷ്യലി യൂസ് ചെയ്തിട്ട് വരുന്നത് ഇതുപോലുള്ള കോൺവെർസേഷൻസിലായിരിക്കും. ഗുഡ് മോർണിംഗ് മാധവ്, ഐ എം നോട്ട് ടു ഏർലി, എം ഐ, അങ്ങനെ നമ്മൾ ചോദിക്കും അല്ലേ? അരണ്ടായി എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള യൂസേജസിലാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ടാഗ്സ് യൂസ് ചെയ്യുക. അപ്പം ജസ്റ്റ് ബി ഷുവർ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഫൈൻ. വിൽ ബി ഗോയിങ് ഫോർ അനദർ തിങ്. അടുത്തത് നമുക്കുള്ളത് വി ഹാവ് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ യൂണിറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് എന്താണ്? ഒരു ഇന്നൊരു ഫോമിലാണ്, ഒരു ടെൻസിലാണ് നമുക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ടഡ് സ്പീച്ച് എങ്കിൽ വി ജസ്റ്റ് ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ദി റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ വേറെ ഒന്നിലേക്ക് മാറ്റാറുണ്ട്. ഇപ്പം ഇഫ് ദി സെന്റൻസ് ഇസ് ഇൻ സിമ്പിൾ പ്രസന്റ് നമ്മൾ റിപ്പോർട്ടഡിലേക്ക് ആക്കുമ്പോഴേക്കും വി ജസ്റ്റ് ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു സിമ്പിൾ പാസ്റ്റ്. അങ്ങനെ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. ബട്ട് നമ്മൾ ഇവിടെ കൂടുതലായിട്ടും നോക്കുന്നത് വി ഹാവ് WH ക്വസ്റ്റ്യൻസ്, SO/NO ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഫോംസ്, അതുപോലെ തന്നെ കമാൻഡ്സ് ആൻഡ് റിക്വസ്റ്റുകളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ടും നോക്കുക. ഓക്കെ, അപ്പോൾ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദീസ് സെന്റൻസ്. ഈ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിനു മുന്നേ നമുക്ക് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഇഫ് യു ആർ ഗിവൺ എ WH ക്വസ്റ്റ്യൻ ടു റിപ്പോർട്ട് ചെയ്യാനാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വേർബ്, അവിടെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ WH വേർഡ്. ഇവിടെ നിന്നാണെങ്കിൽ വാട്ട് ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. വാട്ട് ആർ യു ഡൂയിങ് ഇൻ അമേരിക്ക? ഹി ആസ്ക്ഡ് ദി മാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എഴുതാം? ഹി ആസ്ക്ഡ്, he asked the man what. കണ്ടോ? ദാറ്റിന് പകരം വിൽ ബി യൂസിങ് വാട്ട് യൂസ് ചെയ്തു. ഇനി നമുക്ക് വി ജസ്റ്റ് ഹാവ് ടു കൺവേർട്ട് ദിറ്റ് സെന്റൻസ്. ഈ ഒരു സെന്റൻസ് ഏത് ഫോമിലാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിലാണ്. സോ വി ജസ്റ്റ് ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു പാസ്റ്റ് കണ്ടിന്യൂസ്. വാട്ട് he was. Are you എന്നുള്ളത് മാറി he was doing in America. Okay, so this is reported. He asked the man what he was doing in America. ഇവിടെ you were doing എന്നുള്ളത് മാറി was doing ആയി. നമ്മൾ പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ബാക്കി ഇതാ ഇവിടെ റിപ്പോർട്ടിംഗ് വേർഡ് ആയിട്ട് വാട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ഇതിൽ കാര്യത്തിൽ. ഇഫ് യു ആർ ഗിവൺ എ സെന്റൻസ് വിത്ത് വാട്ട് WH ക്വസ്റ്റ്യൻസ് ടു റിപ്പോർട്ട്, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ WH വേർഡ് തന്നെയായിരിക്കും ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിംഗ് വേർബായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇഫ് എ സെന്റൻസ് ബിഗിൻസ് വിത്ത് ആൻ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ SOR/NO വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് സെന്റൻസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ളതെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ വാട്ട് അല്ലെങ്കിൽ ദാറ്റ് എന്നതിനൊക്കെ പകരം വി ഹാവ് ടു ആഡ് either whether അല്ലെങ്കിൽ if ആണ് നമ്മൾ ഇതിന്റെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. SOR/NO ക്വസ്റ്റ്യൻസിനൊക്കെ ഒന്നുകിൽ വിൽ ബി ആഡിങ് whether or if. ഓക്കെ, വെദറോ അല്ലെങ്കിൽ ഇഫോ ആയിരിക്കും നമ്മൾ ഇതിന്റെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഹാവ് യു മെറ്റ് യുവർ ഫ്രണ്ട്സ്? ഹി ആസ്ക്ഡ് ഹർ. അപ്പോൾ ദാ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഓക്സിലറി വെച്ചിട്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഫോമാറ്റിൽ പോകണം. അപ്പോൾ ദാ ഹി asked her, വെദറോ അല്ലെങ്കിൽ ഇഫോ നമുക്ക് ഉപയോഗിക്കാം. വെദർ
അപ്പോൾ ദാ ഇനി ഇത് ഏത് ഫോമിലാണ് ഇത് സെന്റൻസ് കിടക്കുന്നത്? ദിസ് ഇസ് ഇൻ പാസ്റ്റ് ഫോം, മെറ്റിലാണ് കിടക്കുന്നത്. സോ വി ജസ്റ്റ് ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പം he asked her whether she had met her friends. Whether she had or had she met her friends. Okay, he asked her whether she had met her friends. Okay, അപ്പോൾ ദാ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ whether ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം it is in the case of have വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിന് വരുന്ന ഒരു വ്യത്യാസമാണ്. Okay, fine. Next we have another sentence. Can you help me? She asked the boy. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇതും തുടങ്ങിയിരിക്കുന്നത് ഒരു ഓക്സിലറി വെച്ചിട്ടാണ്. She asked the boy. അപ്പോൾ നമുക്ക് ഏതാ ഒന്നുകിൽ ഇഫോ അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കാം. ഇഫ് ഇനി നമുക്ക് ക്യാൻ മാറ്റി ഇഫ് ക്യാൻ യു ഹെൽപ്പ് മീ എന്നുള്ളത് ഇഫ് he could. Can മാറി നമ്മളോട് just added could help her. Okay, നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. She asked the boy if he could help her. അപ്പോൾ നമ്മൾ if ആണ് ഇവിടെ ചേർത്തത്. ഇവിടെ നമ്മൾ whether ആണ് ചേർത്തതെങ്കിൽ we just added if here. Okay, fine. Next, coming to the next one. Watch him carefully, she said to her mother. അപ്പോൾ this is a command അല്ലേ? ഒരു command ആണ്, ഒരു order ആണ്. So how can we report this? She said to her mother എന്നാ. അപ്പം she asked her mother then to. അപ്പം നമ്മൾ നോക്കിയേ, if you are given ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു സെന്റൻസ് ആണ്, ഒരു കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിന് നമ്മൾ കൂടെ ആഡ് ചെയ്യുന്നത് ടു ഇൻഫിനിറ്റീവ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സെന്റൻസിനെ കൺവേർട്ട് ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ ടു ഇൻഫിനിറ്റീവ് വെച്ചിട്ടായിരിക്കും അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, ഷി ആസ്ക്ഡ് ഹർ മദർ. നമുക്ക് ഇപ്പം എന്ത് ചെയ്യണം? ഈ ഒരു ടു ഇൻഫിനിറ്റീവ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്, ടു. ബാക്കി നമുക്ക് കൂടുതൽ വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ തന്നെ വാച്ച് ഹിം കെയർഫുള്ളി. വാച്ച് ഹിം കെയർഫുള്ളി. ഓക്കെ, അപ്പോൾ അവിടെ ടു ഇൻഫിനിറ്റീവ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. വേറെ കൂടുതൽ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇറ്റ് ഈസ് ഓൺലി ഫോർ റിക്വസ്റ്റ് ആൻഡ് കമാൻഡ്സ്. അത് പോസിറ്റീവ് ആണെങ്കിലായിരിക്കും നമ്മൾ ഈ ഒരു ടു ഇൻഫിനിറ്റീവ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ഹാവ് ടു മോർ സെന്റൻസസ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ സെന്റൻസ്, ഇതിൽ ആ ടു സെന്റൻസസിൽ നമുക്ക് ഇവിടെ നോക്കാം. വൈ ഡിഡ് യു കം ലേറ്റ്? ദ ടീച്ചർ ആസ്ക്ഡ് ഹർ. അപ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ വൈ ആണ്, WH ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? വി ജസ്റ്റ് ഹാവ് വൈ തന്നെയാണ് നമ്മൾ അവിടെ കണക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്, റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ടീച്ചർ ആസ്ക്ഡ് ഹർ അപ്പോൾ നമുക്ക് അടുത്ത് ഉപയോഗിക്കാം. ദാറ്റിന്റെ പകരം നമ്മൾ യൂസ് ചെയ്യാം why. Then you just have to convert this sentence. അപ്പോൾ ഡിഡിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. Why she had come late. Okay, why she had come late അല്ലെങ്കിൽ why had she had come late. Okay, അപ്പോൾ അത് ക്ലിയർ അല്ലേ? why ആണ് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു റിപ്പോർട്ടിംഗ് verb. Then please don't touch it, she said to her. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാം? ദിസ് ഇസ് എ റിക്വസ്റ്റ് അല്ലേ? ഒരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് ഡോണ്ട് ആണ്, നോട്ട് ആണ് അല്ലേ വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് എ നെഗറ്റീവ്, ഒരു നെഗറ്റീവ് ഇതുള്ള ഒരു റിക്വസ്റ്റ് ആണ്. സോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചേർക്കണം? നേരത്തെ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ആണെങ്കിൽ ടു ഇൻഫിനിറ്റീവ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കമാൻഡ്സിന്റെ റിക്വസ്റ്റിനെ. ഇഫ് ഇറ്റ് ഇസ് ഇൻ എ നെഗറ്റീവ് ഫോമിലാണെങ്കിൽ യു ഹാവ് ടു ജസ്റ്റ് യൂസ് നോട്ട് പ്ലസ് ടു ഇൻഫിനിറ്റീവ്. അങ്ങനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഹി ആസ്ക്ഡ് ഹർ not to. So here comes a not to infinitive. Not to touch it. All right. He asked her. It's he. He asked her not plus to infinitive to touch it. Not to touch it.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അതായത് ഇഫ് യു ആർ യൂസിങ്, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് വൈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ WH ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു യൂസ് ദാറ്റ് WH ക്വസ്റ്റ്യൻ. അത് തന്നെയായിട്ടാണ് നമ്മൾ ആ ഒരു റിപ്പോർട്ട് ചെയ്യുന്ന വെർബായിട്ട് യൂസ് ചെയ്യുന്നത്. ഇഫ് യു ആർ ഗിവൺ ഓക്സിലറി വെർബ് വെച്ചിട്ട് അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിനിടയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക വെദർ അല്ലെങ്കിൽ ഇഫ് ആയിരിക്കും. ഇഫ് യു ആർ ഗിവൺ a command or an imperative sentence or ഒരു imperative sentence അല്ലെങ്കിൽ ഒരു request or imperative sentence ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ തന്നിട്ടുള്ളതെങ്കിൽ what you have to do is അതിന്റെ കൂട്ടത്തിൽ sentence പോസിറ്റീവ് ആണെങ്കിൽ you just have to use to infinitive. If the sentence is negative ആണെങ്കിൽ you should have to use not plus to infinitive. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസിൽ നിന്ന് അത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു യൂണിറ്റിലെയും നമ്മുടെ പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഇതാ തീർന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ദ നെക്സ്റ്റ് യൂണിറ്റ് ആണ് അടുത്തത് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ കണ്ടന്റ് ഏരിയാസ് ഗ്രാമർ പോർഷൻസ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ എക്സാംസിന് അടിപൊളിയായിട്ട് എഴുതുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. സോ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ഫൈൻ, അപ്പം നമ്മളായിട്ടൊക്കെ എഴുതി നിങ്ങളുടെ എക്സാംസ് ഒക്കെ അടിപൊളിയാക്കിയിട്ട് വരിക. സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ ഓൾ ഓഫ് യു. ബൈ.